അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക വമാ അൻത ബിതാബിഇൻ ഖിബ്ലതഹും വമാ ബഅ്ളുഹും ബിതാബിഇൻ ഖിബ്ലത ബഅ്ള് വലൈൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അള്ളാഹു ഖിബില മാറ്റത്തിലൂടെ ഒരു പുതിയ ഉമ്മത്തിന് പിറവി നൽകിയതാണ്. സ്വന്തമായ ശരിയത്തും സ്വതന്ത്രമായ മൻഹജുമുള്ള പുതിയ ഒരു ഉമ്മത്ത്. ആ ഉമ്മത്തിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഒരു വസത്തായ ഉമ്മത്ത്, ബെസ്റ്റ് ഉമ്മത്താണ്. നിങ്ങളെ നാം ആക്കി ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, ഏറ്റവും ബെസ്റ്റ് ഉമ്മത്താക്കി, ഏറ്റവും ഐഡിയലായിട്ടുള്ള ഉമ്മത്താക്കി. അള്ളാഹു ഓരോ കാലത്തും നൽകിയ പ്രവാചകരിലൂടെ പഠിപ്പിച്ച കോറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിനൊന്നും മാറ്റമില്ല. അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിനുള്ള ഇബാദത്തിനെക്കുറിച്ച്, നിസ്കാരം, സക്കാത്ത്, ഇതൊക്കെ കോറാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കൾക്ക്, ഉറ്റബന്ധുക്കൾക്കൊക്കെ നന്മ ചെയ്യണം എന്ന് തുടങ്ങി വളരെ കോറായിട്ടുള്ള ടീച്ചിങ്സ് ഉണ്ട്. തഖ്വയെക്കുറിച്ച്, ഇഹ്സാനെക്കുറിച്ച്, സഹായത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ചൊക്കെ വളരെ എസൻഷ്യലായിട്ട് എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ അധ്യാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും ഐഡിയൽ രൂപത്തിൽ ഒരു ഉമ്മത്തിന് പഠിപ്പിച്ചുകൊണ്ട് ആ ഉമ്മത്തിനെ ജനങ്ങൾക്ക് സാക്ഷിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ജനങ്ങൾക്കിനി ആ ഉമ്മത്തിനെ നോക്കിയിട്ട് പഠിക്കണം. ആ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഒരു റസൂൽ, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലുണ്ട്. അങ്ങനെ അള്ളാഹു പുതിയ ഒരു ഉമ്മത്തിന്, പൂർണ്ണമായി സ്വതന്ത്രമായി എല്ലാമുള്ള ഒരു ഉമ്മത്തിന് രൂപം നൽകിക്കൊണ്ട് ഒരു ഖിബില നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അങ്ങോട്ടേക്ക് തിരിയണം. എല്ലാത്തിനും ഇനി അതിനെ അവലംബിക്കണം, ആ ഖിബിലയെ അവലംബിക്കണം. ആ പ്രവാചകൻ നൽകുന്നതാണ് ഇനി അൾട്ടിമേറ്റ്, ഫൈനലായിട്ടുള്ള വേർഡിക്റ്റൊക്കെ പ്രവാചകൻ നൽകുന്നതാണ്. പഴയ ശരീഅത്തൊക്കെ നിങ്ങൾക്ക് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കിനി പുതിയ കാര്യങ്ങളാണ്. ആ പ്രവാചകൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ജനതയിലെ പല പ്രാക്ടീസുകളെയും ദീനിൻ്റെ സുന്നത്തായിട്ട് നിലനിർത്തുന്നുണ്ട്. നിലനിർത്തുമ്പോൾ അത് ദീനിൻ്റെ സുന്നത്താണ്, എല്ലാ ജനങ്ങളും അത് ഫോളോ ചെയ്യണം. അത് അറബികളുടെ രീതിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിയാൻ കഴിയില്ല. അള്ളാഹു അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അറബികളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറബികളിൽ നിന്നൊരു റസൂലിനെ അയച്ചിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്തു വന്നിരുന്ന ചില കാര്യങ്ങളെ പ്രവാചകൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, ശരീഅത്തിൽ സുന്നത്താക്കിയിട്ടുണ്ടെങ്കിൽ, അത് ഫോളോ ചെയ്യൽ എല്ലാ ജനതക്കും നിർബന്ധമാണ്. എല്ലാ ജനങ്ങളും ആധിപത്യമുള്ള ആളുകളുടെ സംസ്കാരവും അവരുടെ രീതികളൊക്കെയാണ് പൊതുവെ ഫോളോ ചെയ്യുക. ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. നമ്മുടെ തനതായത്, നമ്മുടെ തന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ പലരെയും ഫോളോ ചെയ്തുകൊണ്ടും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാവും. നമ്മളിപ്പോൾ തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച പലതും, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ വസ്ത്രധാരണം, ഇതൊക്കെ പലരെയും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടും പല ആധിപത്യമുള്ള ആളുകളെ ഫോളോ ചെയ്തുകൊണ്ടുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിർത്തിയ ചര്യകളൊക്കെ പിൻപറ്റാൻ നിങ്ങളിനി ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ ഖിബില ഇനി പുതിയ ഖിബിലയാണ്, പഴയ നിയമങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമല്ല എന്നാണ് പുതിയ ഉമ്മത്തിനോട് പറയുന്നത്. സൂറ ആലു ഇമ്രാനിൽ ആ ഉമ്മത്തിനെക്കുറിച്ച് പറഞ്ഞത് അത് ഖൈറു ഉമ്മത്ത് എന്ന് തന്നെയാണ്. ഇവിടെ ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞത്, അവിടെ പറഞ്ഞത് നിങ്ങളാണ് ഖൈറു ഉമ്മത്ത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബെസ്റ്റ് കമ്മ്യൂണിറ്റി നിങ്ങളാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും, അഹ്ലുൽ കിതാബും ഇതുപോലെ വിശ്വസിച്ചിരുന്നെങ്കിൽ, അഹ്ലുൽ കിതാബ് അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് ബെറ്റർ. എന്നിട്ട് പറയുന്നത് മിൻഹുമൽ മുഅ്മിനൂൻ, അവരിൽ മുഅ്മിനുകളുണ്ട്. എന്നാൽ വഅക്തറുഹുമുൽ ഫാസിഖൂൻ, അധിക ആളുകളും ഫാസിഖീങ്ങളാണ്. ബഖറയിൽ പറഞ്ഞിരുന്നു ഫാസിഖീങ്ങളാണ്, കരാർ ലംഘിച്ച ഫാസിക്കുകളാണ് എന്ന് തുടക്കത്തിൽ തന്നെ ബഖറയിൽ പറഞ്ഞിരുന്നു. ഇവിടെയും പറയുന്നത് അവരിൽ മുഅ്മിനുകളുമുണ്ട്, എന്നാൽ അധിക ആളുകളും ഫാസിഖുകളാണ്.
അപ്പോൾ ഇങ്ങനെ അഹ്ലു കിതാബിനോടും ആവശ്യപ്പെടുന്നത് പുതിയ ഖിബിലയിലേക്ക് തിരിയാനാണ്, റസൂലിനെ പിൻപറ്റാനാണ്. എന്നാൽ അവരിൽ പിൻപറ്റുന്നവരുണ്ട്, പിൻപറ്റാത്തവരുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു ലൈസു സവാ, അവരൊക്കെ ഒരുപോലെയല്ല. ലൈസു സവാ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. അവരിൽ നേരായ രീതിയിൽ നിലകൊള്ളുന്ന ഒരു ഉമ്മത്തുമുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിലാവത്ത് ചെയ്തുകൊണ്ട് രാത്രിയുടെ സമയങ്ങളിൽ, ആനാ അല്ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ അവർ സുജൂദ് ചെയ്യുന്നവരാണ്. അങ്ങനത്തെ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. യൂമിനൂന ബില്ലാഹി വല്യൗമില്ലാഹിരി, അവർ അള്ളാഹുവിലും യൗമുല്ലാഹിറിലും ഈമാനുള്ളവരാണ്. വയഉമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറാത്തിൽ നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്ന ആളുകളാണവർ. വൗലായിക മിനസ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. വമാ യഫ്അലു മിൻ ഖൈരിൻ ഫലൻ യുക്ഫറുഹു, അവരെന്ത് ഖൈർ ചെയ്താലും അതൊന്നും അള്ളാഹു മായ്ച്ചു കളയൂല. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെക്കുറിച്ച് അള്ളാഹു സദാ അറിയുന്നവനാണ്. തഖ്വ ഉള്ളവരെ അള്ളാഹുവിന് അറിയാം. കൽബിൽ തഖ്വയുള്ള ഈമാനുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുമുണ്ട്. അത്തരം ആളുകളെക്കുറിച്ച് അള്ളാഹു അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്ന അവരും ഇവരൊന്നും ഒരുപോലെയല്ല. അപ്പോൾ കിതാബ് നൽകപ്പെട്ട ആളുകൾക്ക് ഇവിടെ പറയുന്നു വലൈൻ അതൈത്തല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ട ആളുകൾക്ക് നീ എന്ത് തെളിവ് കൊടുത്തു കഴിഞ്ഞാലും അവർ നിൻ്റെ ഖിബില പിൻപറ്റില്ല. അല്ലദീന ഊത്തുൽ കിതാബ എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത ആയത്തിൽ ബക്കറയിൽ പറയുന്ന 146 പറയുന്ന അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ എന്നാണ്, നാം കിതാബ് നൽകിയവർ. ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. ഇവിടെ കിതാബ് നൽകപ്പെട്ട ആളുകൾ, കിതാബ് നൽകുകയും വേണ്ട വിധത്തിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ഒന്നും ചെയ്യാത്ത ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. സൂറ അൽ ജുമുഅയിൽ പറഞ്ഞ പോലെയാണ്, തൗറാത്ത് ഏൽപ്പിക്കുകയും എന്നാൽ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ. ഹുമ്മിലു തൗറാത്ത എന്ന് പറഞ്ഞത്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലൂഹ, തൗറാത്ത് വഹിപ്പിക്കുകയും എന്നാൽ അത് വഹിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ. അതുപോലെയാണ് അല്ലദീന ഊത്തുൽ കിതാബ എന്ന് പറഞ്ഞത്, കിതാബ് നൽകപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തെളിവ് കൊടുത്താലും അവർ പിൻപറ്റാൻ പോകുന്നില്ല. അത് നീ അവരെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടല്ല എന്ന് റസൂലിനെ സമാധാനിപ്പിക്കുകയാണ്. വമാ അന്ത ബി താബിഇൻ ഖിബ്ലതഹും, നീ അവരുടെ ഖിബിലയും പിൻപറ്റുന്നവനല്ല. നിനക്ക് ഇനി പുതിയ രീതികളാണ്. അവർ നിൻ്റെ കിബില പിൻപറ്റില്ല, നീ അവരെ കിബിലയും പിൻപറ്റുന്നവനല്ല. അവരോ വമാ ബഅ്ലുഹും ബി താബിഇൻ ഖിബ്ലത ബഅ്ലിൻ, പരസ്പരം കിബില അങ്ങോട്ടും ഇങ്ങോട്ടും പിൻപറ്റുന്നവരല്ല അവർ. യഹൂദർക്ക് വേറെ കിബില, വേറെ രീതികൾ. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് വേറെ രീതികൾ. ക്രിസ്ത്യാനികളിൽ തന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സിക്കാർക്ക് വേറെ രീതികളാണ്. അതുപോലെ വെസ്റ്റേൺ ചർച്ചിന് വേറെ രീതിയാണ്. ഇത്തരത്തിൽ അതുപോലെ വെസ്റ്റേൺ ചർച്ചിൻ്റെ ഉള്ളിലും ഓരോ ചർച്ചുകൾക്കും വേറെ രീതികളാണ്. അങ്ങനെ വ്യത്യസ്ത രീതികളും വ്യത്യസ്ത നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ അവർക്കുമുണ്ട്. വല ഇനിത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി, നിനക്ക് അൽ ഇൽമു വന്നതിന് ശേഷം നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റിക്കഴിഞ്ഞാൽ ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, അപ്പോൾ നീ അക്രമികാരികളിൽപ്പെട്ടവനാകും. പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരെയാണ്. നിങ്ങൾ പ്രവാചകന് സത്യം വന്നെത്തിയതിനു ശേഷം നിങ്ങൾ അവരുടെ സ്വേച്ഛകളെ പിൻപറ്റിയിട്ട് അവരുടെ ഖിബില പിൻപറ്റി അവരുടെ രീതികളൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാലിമുകളാണ് എന്ന് മറ്റുള്ളവരോടാണ് പറയുന്നത്. പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ല, പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്നു, പക്ഷെ മറ്റുള്ളവരോടാണത് പറയുന്നത്. എന്നിട്ട് അടുത്തതിൽ പറയുന്നത് അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. നാം കിതാബ് നൽകിയവർ. അത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ കിതാബ് നൽകിയവരെന്ന് പറയുന്നത് കിതാബ് പഠിപ്പിച്ചവർ, കിതാബ് ബോധ്യപ്പെടുത്തിയവർ, കിതാബിലുള്ള കോറായിട്ടുള്ള അധ്യാപനങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകൾ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ നേരത്തെ കിതാബ് പഠിപ്പിച്ചവർ. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരതിനെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ അറിയുന്നുണ്ട്, പ്രവാചകനെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഖിബിലയെ അറിയുന്നുണ്ട്. ഏതുപോലെ കമാ യഅരിഫൂന അബ്നാഅഹും, തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ.
പ്രവാചകനെ അറിയുന്നുണ്ട് തങ്ങളെ മക്കളെ അറിയുന്നത് പോലെ. പ്രവാചകനും ആകാം ഹൂ കൊണ്ട് ഉദ്ദേശിച്ചത് ഖിബിലയുമാകാം എന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകനെ അവരറിയുന്നുണ്ട് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. സ്വന്തം ഒരു മകൻ പിറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ വെയിറ്റ് ചെയ്തവരാണവർ. ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരുന്നവരാണ്. അതുകൊണ്ട് അവർക്കറിയാം, മകനെപ്പോലെ അവർക്ക് അദ്ദേഹത്തെ അറിയാം. എന്നാലോ അങ്ങനത്തെ ആളുകളിലും ചില ആളുകൾ മറച്ചു വെക്കുകയാണ് സത്യം. വൈന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹക്ക വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തന്നെ അവരിലും ഒരു കൂട്ടം ആളുകൾ മറച്ചു വെക്കുകയാണ്. നാം കിതാബ് പഠിപ്പിച്ച ആളുകളും അങ്ങനെ ചെയ്യുകയാണ്. അൽ ഹക്കു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അവിടെ ഹാദാ ഹുവ എന്നുള്ള ഒരു ഹദഫ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഹാദാ ഹുവൽ ഹക്കു, ഇതാണ് നിന്റെ റബ്ബിൽ നിന്നുള്ള സത്യം. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, നീ മുംതരീങ്ങളിൽ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. പ്രവാചകനെ അഭിസംബോധന ചെയ്യുമ്പോഴും ഇവിടെയും പറയുന്നത് മറ്റുള്ളവരോടാണ്. പ്രവാചകന് നൽകപ്പെട്ടത് അൽ ഹക്കാണ്, നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന് സ്വതന്ത്രമായ ശരീഅത്ത് നൽകുന്നു, സത്യസന്ധമായിട്ട് നൽകുകയാണ്. നിങ്ങളതിൽ യാതൊരു സംശയവും പ്രകടിപ്പിക്കേണ്ട. വലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. ഓരോ ആൾക്കും ഒരു ദിശയുണ്ട്, അവർ തിരിയുന്ന ഒരു ദിശയുണ്ട്. ഓരോ ആൾക്കും ഓരോ ഉമ്മത്തിനും ഒരു ദിശയുണ്ട്. ഖിബില നൽകപ്പെട്ട ഓരോ ഉമ്മത്തിനും ഓരോ ദിശയുണ്ട്, അല്ലെങ്കിൽ ഓരോ ആൾക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ, അവർ തിരിയുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മക്ക് വേണ്ടിയിട്ട് മുന്നേറുകയാണ് വേണ്ടത്. അതിനാൽ നിങ്ങൾ മുന്നേറൂ, നിങ്ങൾ കുതിക്കൂ ഖൈറാത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഐനമാ തകൂനു യഅ്തിബിക്കുമുല്ലാഹു ജമീഅ, എവിടെയാണെങ്കിലും നിങ്ങളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഓരോ ആൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് നന്മയിൽ മുന്നേറുകയാണ് നിങ്ങൾ വേണ്ടത് എന്ന് പറയുന്നു. ഇത് പലയിടത്തും ഇങ്ങനെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറ അൽ ഫാത്തിറിൽ കാണാം, സുമ്മ ഔറസിനൽ കിതാബ അല്ലദീന അസ്തഫൈന മിൻ ഇബാദിന. പിന്നെ നാം കിതാബ് അനന്തരമായിട്ട് നൽകി, അൽ കിതാബിനെ, എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ കോറായിട്ടുള്ള അധ്യാപനങ്ങൾ അടങ്ങുന്ന അൽ കിതാബിനെ അനന്തരമായിട്ട് അള്ളാഹു നൽകിയത് അവൻ്റെ അബ്ദുകളിൽ അവൻ തിരഞ്ഞെടുത്തവർക്കാണ്. അതാണ് പറയുന്നത് അല്ലദീന അസ്തഫൈന മിൻ ഇബാദിന. എൻ്റെ അബ്ദുകളിൽ ഞാൻ തിരഞ്ഞെടുത്തവർക്ക് അത് അനന്തരമായിട്ട് നൽകി. അതായത് പുതിയ പ്രവാചകന് നൽകി, പുതിയ പ്രവാചകൻ്റെ ജനതക്ക് നൽകി. ഫമിൻഹും ലാലിമുൻ ലി നഫ്സിഹി, എന്നാൽ സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിന്നും മുഖ്തസിദുൻ, എന്നാൽ മധ്യമ നിലപാടുകാരുണ്ട്. അതിൽ വേറൊരു കൂട്ടർ വമിന്നും സാബിഖും ബിൽ ഖൈറാത്ത്, ഖൈറാത്തിൽ മുന്നേറുന്ന ആളുകൾ, നന്മയിൽ മുന്നേറുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ 3 കൂട്ടം ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ബീദിനിൽ, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ ഖൈറാത്തിൽ മുന്നേറുന്ന ആളുകളുണ്ട് എന്നവിടെ പറയുന്നു. ദാലിക ഹുവൽ ഫളുലുൽ കബീർ. ഇതുപോലെ അസാബിഖൂൻ എന്നുള്ള പ്രയോഗം ഖുർആനിൽ നേരത്തെ ആദ്യം ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളെയും അൻസാറുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് അസാബിഖൂൻ എന്ന് പറയുന്നുണ്ട്. അസാബിഖൂൻ അൽ അവ്വലൂൻ, ആദ്യം മുന്നേറി വന്നവർ. മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറിലും ആദ്യം മുന്നേറി വന്നവർ എന്ന് സൂറത്ത് തൗബയിൽ കാണാം. പിന്നീട് വന്ന ആളുകളെ, മക്ക ഫതഹായതിനു ശേഷം വന്ന ആളുകളെ കുറിക്കാൻ ത്വലീഖ് എന്നാണ് പറയുക, തുലക്ക എന്ന് പറയും. അതുദ്ദേശിക്കുന്നത് ആ സമയത്ത്, തുലക്ക എന്നത് ഉദ്ദേശിക്കുന്നത് ഫമിന്നും ആമനു ആമ ഫത്ഹിൻ്റെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഇസ്ലാം പ്രവാചകന് കീഴടങ്ങിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ്. പക്ഷെ അവരിലും നന്മ കൊണ്ട് മുന്നേറിയവരുണ്ടാകും. അവർ തുലക്കാണ് ത്വലീഖാണ് എന്നതുകൊണ്ട് അവർ നന്മയിൽ സാബിഖല്ല എന്ന് പറയാൻ കഴിയില്ല. അവരും ചിലപ്പോൾ സാബിഖായിട്ട് മാറും. അത് ക്രോണോളജിക്കലി പറയുമ്പോൾ പറയുന്നതാണ്. അവിടെ അസാബിഖൂനൽ അവ്വലൂൻ, ആദ്യം വന്നവർ എന്നുള്ളത് നേരത്തെ വന്നവരുമാണ്. മാത്രവുമല്ല മുഹാജിറുകളും ആദ്യം വന്ന അൻസാറുകളുമെല്ലാം നന്മയിലും മുന്നേറിയവരാണ്. പക്ഷേ പിന്നീട് വന്ന തുലക്കായിനെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും നന്മയിൽ മുന്നേറിയവരല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അവരും നന്മയിൽ മുന്നേറിയവരാകാം. ഖുർആനിൽ അസാബിഖൂൻ അസാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ എന്ന് പറയുന്നുണ്ട്.
ഏറ്റവും മുന്നേറിയ ആളുകൾ അവരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും സമീപസ്ഥർ. ഫി ജന്നാത്തിൻ നഈം, ഉന്നതമായ സ്വർഗത്തിൽ അവരാണ്. 3 വിഭാഗമായിട്ട് തരംതിരിക്കുമെന്ന് പറഞ്ഞു അന്ത്യനാളിൽ. കുന്തും മസ്വാജൻ സലാസ, 3 വിഭാഗമായിരിക്കും. അതിലൊന്നാണ് വലതുപക്ഷക്കാർ, മറ്റൊന്ന് ഇടതുപക്ഷം, മറ്റൊന്ന് അസാബിഖൂൻ. അവരെക്കുറിച്ച് സൂറ അറാഫിൽ പറഞ്ഞു, അലൽ അറാഫി റിജാലുൻ, ഉന്നതമായ സ്ഥാനങ്ങളിൽ ചില റിജാലുണ്ട്, ചില വലിയ വ്യക്തിത്വങ്ങളുണ്ട്. യഅരിഫൂന കുല്ലും ബിസീമാഹും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ഓരോ ആൾക്കും ഓരോ ഡയറക്ഷനുണ്ട്. ഓരോ ഉമ്മത്തിനും, ഖിബില നൽകപ്പെട്ട ഓരോ ഉമ്മത്തിനും ഓരോ ഡയറക്ഷനുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ ദിശയുണ്ട്, ഓരോ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലാണ് മുന്നേറേണ്ടത്. നിങ്ങൾ നന്മകൾ ചെയ്യുക, നിങ്ങൾ അതിൽ മുന്നേറുക. ഇവിടെ ഇമ്മീഡിയറ്റ്ലി ഉദ്ദേശിച്ചത് നിസ്കാരമാണെന്ന് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ നിസ്കാരം മാത്രമല്ല, എല്ലാ നന്മകളും, ആരാധനകളും അതുപോലെയുള്ള മുആമലാത്തുകളും എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ നന്മയിൽ മുന്നേറിപ്പോവുക. അതുപോലെ കിതാബ് അള്ളാഹു നേരത്തെ നൽകിയ വിഭാഗത്തിലും അത്തരത്തിലുള്ള നന്മയിൽ മുന്നേറുന്ന ആളുകളുണ്ടാകും. തഖ്വയോടെ, നല്ല ഈമാനോടുകൂടെ അവരും നിലകൊള്ളട്ടെ. അങ്ങനെ നിലകൊള്ളുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് നല്ല ബന്ധം പുലർത്താനും, അവരോട് തആവുൻ ചെയ്യാനും, അവരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഒക്കെ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് ശത്രുത പുലർത്തുകയും നിങ്ങളോട് പ്രശ്നമുണ്ടാക്കുകയും കലഹമുണ്ടാക്കുകയും നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങൾക്കെതിരിൽ പല നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളോടാണ് നിങ്ങൾ തിരിച്ചും പ്രതികരിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത നല്ല തഖ്വയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ കിതാബ് തിലാവത്ത് ചെയ്ത് അവന് സുജൂദ് ചെയ്യുന്ന അങ്ങനത്തെ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്മയിൽ മുന്നേറുക. നിങ്ങളൊരു പുതിയ ഉമ്മത്താണ്, നിങ്ങൾ ലോകത്തിന് മാതൃകയാണ്. നിങ്ങൾ മാതൃകയായിട്ട് വളരണം. ഐനമാത്തക്കൂനു യഗ്തിബിക്കുമുല്ലാഹു ജമിയ, നിങ്ങളെവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. അപ്പം വ്യത്യസ്ത ഖിബിലയുള്ള ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് തിരിയുന്നുണ്ടെങ്കിലും അള്ളാഹു നല്ല ആളുകളെയൊക്കെ കൊണ്ടുവരും എന്നൊരു ഉദ്ദേശം ഉണ്ടാകാം. ഇനി അതല്ല, കഅബയിലേക്ക് തിരിയുന്ന ആളുകൾ, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുന്ന ആളുകൾ പല ഡയറക്ഷനിൽ നിന്ന് തിരിയുകയാണെങ്കിലും അവർ നന്മയിൽ മുന്നേറുന്നത് കഅബയുടെ ഭാഗത്തേക്ക് ഓടുന്നത് പോലെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവസാനം എല്ലാവരും അവിടെ സമ്മേളിക്കുന്നതാണ്. എന്ന പോലെ നന്മയിൽ മുന്നേറിക്കഴിഞ്ഞാൽ എല്ലാവരും എത്തിപ്പെടുന്നത് ഒരു സ്ഥലത്താണ്. നിങ്ങൾ കിഴക്കുള്ളവർ കഅബയിലേക്ക് തിരിയുമ്പോൾ പടിഞ്ഞാറോട്ടും, പടിഞ്ഞാറുള്ളവർ കിഴക്കോട്ടും, അതുപോലെ ഓരോ നോർത്തിലുള്ളവർ സൗത്തിലോട്ടും, സൗത്തിലുള്ളവർ നോർത്തിലോട്ടും ഒക്കെയാണ് തിരിയുന്നത്. ഇങ്ങനെ തിരിയുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഡയറക്ഷനിലാണ് തിരിയുന്നത്. ജിഹത്ത് ഡിഫറൻ്റാണ്, ഡയറക്ഷൻ ഡിഫറൻ്റാണ്, പക്ഷേ നിങ്ങളുടെയൊക്കെ ലക്ഷ്യമൊന്നാണ്. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ഥലത്താണ് സമ്മേളിക്കുന്നത്, നിങ്ങൾ ഒരേ ലക്ഷ്യക്കാരാവുകയാണ്. അപ്പം വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ, നിങ്ങൾക്കിടയിലും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഖൈറാത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നന്മകളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും വസത്തായ, ഏറ്റവും ബെസ്റ്റായ ഉമ്മത്താണ്. നിങ്ങൾ സാക്ഷി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമായിട്ട് തന്നെ നിങ്ങളുടെ വ്യതിരക്തമായ ദീന് പ്രാക്ടീസ് ചെയ്യണം. അതിൽ നിങ്ങൾ ആരെയും ഭയപ്പെടരുത്. നിങ്ങൾക്ക് പരസ്യമായിട്ട് അങ്ങോട്ട് തിരിയാനും പ്രവാചകൻ പഠിപ്പിച്ച ചര്യകളെ പിൻപറ്റാനും നിങ്ങൾക്ക് കഴിയണം. അത് പരസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഷഹാദത്ത്. നിങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച അടിസ്ഥാന കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് പഠിപ്പിക്കുക. അള്ളാഹുവിനെക്കുറിച്ച്, പ്രവാചകത്വത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെ പൊതുവായിട്ട് പഠിപ്പിക്കൽ ഫർള് കിഫായയാണ് എന്ന് അതുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. പൊതുവായ അധ്യാപനങ്ങൾ ഒരു നാട്ടിലുണ്ടാകണം. തെറ്റിദ്ധാരണകളൊക്കെ പൊതുവായി നീക്കപ്പെടണം. അതുപോലെ ഓരോ വ്യക്തികളെയും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഷഹാദത്തിൻ്റെ പരിധിയിൽ പെടുന്നതല്ല. അങ്ങനെ പണ്ഡിതന്മാരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഓരോ ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പരിചയപ്പെടണം എന്നത് ഷഹാദത്ത് നിർവഹണത്തിൻ്റെ ഭാഗമല്ല. പരിചയമുള്ള ആളുകളോട് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ വളരെ സ്വാഭാവികമായിട്ട് സംഭാഷണങ്ങളൊക്കെ വന്നേക്കാമെന്നല്ലാതെ പരിചയപ്പെടുന്നത് ക്ഷണിക്കാൻ വേണ്ടി പരിചയപ്പെടുക എന്നുള്ള രീതിയിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പണം സമ്പാദിക്കുക എന്ന പോലെയായിരിക്കും. ധനമുണ്ടെങ്കിൽ
സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ധനം സമ്പാദിക്കേണ്ടതില്ല എന്നതുപോലെ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പരിചയപ്പെടുകയോ ആളുകളെ ക്ഷണിച്ച് കൺവേർട്ട് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് ഷഹാദത്തിൻ്റെ ഭാഗത്തിൽ വരുന്നതല്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുക, നന്മകളൊക്കെ പൊതുവായിട്ട് പ്രഖ്യാപിക്കുക, പൊതുവായിട്ട് അതിൻ്റെ അധ്യാപനങ്ങൾ ഉണ്ടാകുക, നന്മകളും പൊതുവായിട്ട് കൽപ്പിക്കുക, തിന്മകൾ പൊതുവായിട്ട് വിരോധിക്കുക, വ്യക്തിതലത്തിലും നന്മ കൽപ്പനയും തിന്മ വിരോധമൊക്കെ ഉണ്ടാകുക എന്നുള്ളതൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ മറ്റുള്ള മതസ്ഥർ അവരുടെ കിതാബ് അനുസരിച്ചിട്ട് അവരുടെ അധ്യാപനങ്ങൾ അനുസരിച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും അവനുള്ള ആരാധനയിലൊക്കെ മുഴുകുന്ന തഖ്വയുള്ള നിങ്ങളോട് ശത്രുതയൊന്നുമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ അവർ ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു മൊത്തം നമ്മുടെ ചരിത്രത്തിലും പ്രവാചകൻ്റെയും സഹാബികളുടെയും ഒക്കെ ചരിത്രത്തിൽ അവർ അത്തരം ആളുകളോട് പുലർത്തിയ സമീപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അവരെ സ്വതന്ത്രമായിട്ട് അവരുടെ ആരാധനക്കും അവർ ചെയ്യുന്ന നന്മകളിലുള്ള സഹകരണവുമായിട്ടൊക്കെ മുന്നേറിയതാണ്, അവരെ അങ്ങനെ വിട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫസ്തബിഖുൽ ഖൈറാത്ത് ഐനമാ തകൂനു യഅ്തിബിക്കുമുല്ലാഹു ജമിയ. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.